വെൽക്കം ബാക്ക്. മോണ്ടിസോറി മമ്മയുടെ പുതിയൊരു എപ്പിസോഡാണ് ഇത്. അടുത്ത ആഴ്ചയാണ്. ഈ ഒരാഴ്ച കഴിഞ്ഞ ആഴ്ചത്തേക്കാളും എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കഴിഞ്ഞ ആഴ്ചത്തേക്കാളും ഞാൻ സൂപ്പർ പ്രൊഡക്റ്റീവായിരുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത ഒരു സംതൃപ്തി ഈ ആഴ്ച തീരുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഈ ആഴ്ചയും എനിക്ക് ഇതേതൊക്കെ ദിവസങ്ങൾ നടന്നതാണെന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിനേക്കാളും ഞാൻ ഈ വീക്കിൽ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പടിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ. ഞാൻ എൻ്റെ കാര്യങ്ങൾ, അതായത് എൻ്റെ ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്ത് തീർത്തില്ല, അന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡയറിയിൽ നോട്ട് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ആഴ്ചത്തെ ആദ്യത്തെ ദിവസം തുടങ്ങിയ ഒരു ടാസ്ക്കാണ്, ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. വരുന്ന ദിവസങ്ങളിൽ ഇതിൽ എത്രത്തോളം ഞാൻ ഇമ്പ്രൂവ് ആയി എന്നുള്ളതിനെ പറ്റിയിട്ട് വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ ഒരു ബുക്കാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതി കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാലും എനിക്ക് എൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാട്ടോ. ഇതൊന്നും ഇല്ലാത്ത ആളുകളുമുണ്ട്. അതായത് അവർക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ അവരുടെ കാര്യങ്ങളും മനസ്സിൽ കൃത്യമായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എന്നെപ്പോലെ ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ബുക്കിൽ എഴുതിയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ മാത്രമേ എനിക്ക് സമയബന്ധിതമായിട്ട് പല കാര്യങ്ങളും തീർക്കാൻ പറ്റുള്ളൂ. ഈ ഒരാഴ്ചത്തെ മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെൻ്റെ അസൈൻമെൻറ്റ് വെക്കേണ്ട വീക്കാണിത്. അതായത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ് 2 അസൈൻമെൻറ്റ് വെക്കാനുണ്ട്. അസൈൻമെൻറ്റ് 2ഉം അസൈൻമെൻറ്റ് 3യും 2 സബ്ജക്റ്റിൻ്റെ. അതിൽ 3 അത്യാവശ്യം എളുപ്പമായിരുന്നു. അസൈൻമെൻറ്റ് 2 ആണ് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീർപ്പ് മുട്ടിച്ചത്. കാരണം അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടായിരുന്നു. അതിൽ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, ക്രിട്ടിക്ക് എഴുതേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം ഒബ്സർവേഷൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അത് വീഡിയോ കണ്ട് എന്നിട്ട് വേണം നമ്മളതിൻ്റെ ഒബ്സർവേഷൻ എഴുതാനുണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അസൈൻമെൻറ്റ് 2 എഴുതി തീർക്കുക എന്ന് പറയുന്നത് ഇത്തിരി പാടുള്ളൊരു കാര്യമായിരുന്നു. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ ആഴ്ച ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒരു ചെറിയ പാർട്ട് ടൈം ജോബ് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കുറച്ച് ടാസ്ക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടും കൂടി എനിക്ക് മാനേജ് ചെയ്യാനൊക്കെ ഞാൻ നല്ലതായിട്ട് ബുദ്ധിമുട്ടി. പക്ഷേ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എപ്പോഴും ബിസി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ബിസി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഈ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങളിൽ ഞാൻ എൻ്റെ ബെഡ് ക്ലീൻ ചെയ്യുന്ന വിഷ്വൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതെന്തിനാണ് എപ്പോഴും ഇത് തന്നെ കാണിക്കുന്നതെന്ന്. അതിന് ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. നമ്മൾ ചെറുപ്പത്തിലെ ശീലിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നുപോകില്ല. അല്ലെങ്കിൽ ചെറുപ്പത്തിലെ കേൾക്കുന്ന ചില കഥകൾ ഒരിക്കലും മറന്നുപോകില്ല. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അമ്മൂമ്മയുടെ കൂടെ കിടന്നുകൊണ്ടിരുന്നത്, അച്ഛൻ്റെ അമ്മയുടെ കൂടെ. അപ്പം അച്ഛൻ്റെ അമ്മേനോട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ബെഡ് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കിടക്ക എഴുന്നേറ്റ് പോകുമ്പോൾ കുടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം പൊങ്ങത്തില്ല എന്നിങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇതേ അമ്മൂമ്മ കുറച്ചുകൂടെ പ്രായമായപ്പോൾ ആളുടെ ബെഡിൽ നിന്ന് കുടയാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലും കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും അമ്മൂമ്മ ചെറുതിലെ പറഞ്ഞു തന്ന കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. രാവിലെ എന്നും എഴുന്നേൽക്കുമ്പോൾ ഞാൻ ആ കാര്യം ആലോചിക്കും, ഇന്ന് ബെഡ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ ശരീരം എഴുന്നേൽക്കില്ല എന്നിങ്ങനെ. അപ്പോൾ നമ്മൾ ചെറുതിലെ കേൾക്കുന്ന പല കാര്യങ്ങളും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾ ചെറുതിലെ കേട്ടുള്ള ഇതുപോലത്തെ ഏതെങ്കിലും കഥകളുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്ക് ടു മൈ സ്റ്റോറി. ഇന്ന് 4th ഓഗസ്റ്റിലെ ടു ഡു ലിസ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നോട്ട്സ് എഴുതിയിട്ടുണ്ട്. അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എനിവേ ഇത്രയും 5 കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തെന്നുള്ളത് ഇന്ന് വൈകുന്നേരത്തെ വിഷ്വൽസിൽ മേ ബി എടുത്തിട്ടുണ്ടാവണം. നമുക്ക് നോക്കാം. ഇതിൽ ആ റീഡ് മൈ ബുക്കും താങ്ക് യു കാർഡും എൻ്റെ ഡെയിലി ഉള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. അതിൽ ആ റീഡ് മൈ ബുക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ എന്നും ഒരു 2-3 പേജെങ്കിലും, അല്ലെങ്കിൽ ഒരു പേജെങ്കിൽ ഒരു പേജ് എന്നും വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ബുക്കാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ദ മാജിക് എന്ന് പറയുന്നത്. ഈ ബുക്കിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു സംഭവമാണ് ഞാൻ താങ്ക് യു കാർഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നത്. അതിനെ പറ്റിയിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ സംസാരിക്കാം. കാരണം ഞാനിപ്പോൾ അത് ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നിയാലേ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് അപ്പോൾ സംസാരിക്കാം. ഇത് ഞാനും സമുദ്രയും കൂടെ ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇറങ്ങി നടക്കാറുണ്ട്. അവൾ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഉറങ്ങും. ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് വെളിയിലേക്ക് നടക്കാൻ പോകാറുണ്ട്. വൈകുന്നേരം ട്യൂഷൻ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കുട്ടീനെ
ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കുറച്ച് നേരം സമുദ്രയുടെ കൂടെ വന്നിരിക്കും. ഞങ്ങൾ കുറച്ച് നേരം കളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവൾ ഫീഡ് ചെയ്യാനുള്ള ഒരു മൂഡിലായിരിക്കും, അങ്ങനെ ചെയ്യും. അതൊക്കെ കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ടയേർഡ് ആവാറുണ്ട്. ഈ ഒരാഴ്ച മൊത്തം എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ക്ഷീണത്തിലൊരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടാണല്ലോ ഈ ക്ഷീണം വരുന്നതെന്നുള്ളൊരു, ചുമ്മാ നിന്ന് ക്ഷീണം വരരുതല്ലോ. എനിവേ ഞാൻ ഇത്രയും കാര്യങ്ങളാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടൻറ്റ് പ്ലാൻ ചെയ്യണം എന്നുള്ളത് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നാലോചിച്ചിട്ട്. ഇത് ഞാൻ ക്ലാസ് കാണാൻ വേണ്ടി എടുത്തു വെച്ചാണ് രാത്രി സമുദ്രം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ. പക്ഷേ അവൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവളോട് കിടന്ന് ഉറങ്ങണം തോന്നി. അങ്ങനെ ഞാൻ അങ്ങ് ഉറങ്ങുകയാണ് ചെയ്തത് അന്നത്തെ ദിവസം. ആ ദിവസം അങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്തത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇപ്പോൾ എൻ്റെ എല്ലാ ദിവസങ്ങളും തുടങ്ങുന്നത് ഈ ബുക്കിൽ നിന്നാണ്. ഒന്നുകിൽ ഞാൻ തലേന്ന് രാത്രിയിൽ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുതും. അതുപോലെ താങ്ക് യു കാർഡ് പിറ്റേ ദിവസം രാവിലെ എഴുതും. ഞാനിപ്പോൾ പകലൊക്കെ സമുദ്രനെ താഴെയാണ് കിടത്തുന്നത്. കാരണം ആളിത്തിരി പിപ്പിരിയായിട്ടുണ്ട്. കട്ടിലെ കിടത്താനായിട്ട് പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവളെ ഉറക്കി കിടത്തിയിട്ട് ഞങ്ങളിതേ രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം എന്നുള്ളൊരു പ്ലാനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദോശയും ചമ്മന്തിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. അതിന് ശേഷം ഞാൻ എൻ്റെ ആക്ടിവിറ്റീസ് പറയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇന്നലത്തെ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്ലാൻസും നടന്നു. 1-2 എണ്ണമൊക്കെ ഉള്ളൂ മിസ് ഔട്ടായിപ്പോയത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷെ ഞാൻ തുടങ്ങിയെങ്കിലും വെച്ചു, കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ റൊട്ടീൻസൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ചിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് തയ്പ്പിച്ച ഒരു സാധനം ഇന്ന് തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടാനുള്ളൊരു കൊതി കൊണ്ട് ഞാൻ നേരത്തെ കുളിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സമുദ്രം ഉറക്കി കിടത്തിയിട്ട് ഞാൻ കുളിക്കാൻ പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ പറയുന്നത് നോക്കിക്കൊണ്ട് കിടക്കുക. ഇവരെന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ, ഇതൊക്കെ കോപ്രായം കാണിക്കുന്നുണ്ടല്ലോ അവർ എന്നൊക്കെയുള്ള രീതിയിൽ നോക്കിക്കൊണ്ട് കിടക്കുക. ഇനി ഞങ്ങൾ സമുദ്ര കമന്ന് വേണം ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമറ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു ഫോട്ടോ ഇവിടെ വെച്ച് എടുക്കണം എന്ന് വിചാരിക്കുന്നു. അവൾ എത്രത്തോളം കോപ്പറേറ്റ് ചെയ്യുന്ന അറിയത്തില്ല. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് പോവാം. അതിന് ഞാൻ ഒരുക്കിയതാണ്. പക്ഷെ ഒരു പിരികം അങ്ങ് ഭയങ്കര ബോറായിപ്പോയി. എനിക്ക് മായ്ക്കാനും അങ്ങ് കുഞ്ഞിൻ്റെ സ്കിന്നിനൊക്കെ വേദന എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് മായ്ക്കാനും ഒരു മടി. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ മതി, വലിയ ആഡംബരമൊന്നും വേണ്ട. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം. ഇതാണ് ആ പാൻറ്റും ടോപ്പും. ഇതിൽ പാൻറ്റ് ഞാൻ തുണി എടുത്ത് തയ്പ്പിച്ചതാണ്. ടോപ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് എൻ്റെ മെറ്റേണിറ്റി ഫ്രോക്കൊക്കെ തയ്ച്ചെന്ന സെയിം ആൻഡ് തന്നെയാണ് എൻ്റെ പാൻറ്റും തയ്ച്ചിട്ടുള്ളത്. എൻ്റെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ ഞങ്ങൾ സമുദ്രയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ക്ലീനൊക്കെ ചെയ്ത് ആ മാറ്റൊക്കെ വിരിച്ച് അവളെ കിടത്തി. ആദ്യം ഡ്രസ്സില്ലാതെ 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഡ്രസ്സ് ഇട്ട് 1-2 എടുത്തിട്ടുണ്ടായിരുന്നു. 1-2 അല്ല, കുറേ അധികം ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവൾ ചിരിച്ചത് 1-2 എണ്ണത്തിൽ മാത്രമാണ്. അതൊക്കെ കഴിഞ്ഞ് അവൾ ഭയങ്കര ടയേർഡായി, ഞാനും ടയേർഡായി. എൻ്റെ ഇന്നത്തെ കാര്യങ്ങളൊന്നുമേ നടന്നില്ല. പ്ലാൻ ചെയ്ത ഒരു കാര്യം നടന്നില്ല. അവൾ ആകെ വഴക്കായിരുന്നു. ഞാൻ അവളെ കൊണ്ടു നടക്കുകയാണ്. ഇടയ്ക്ക് ഉറക്കാനൊക്കെ നോക്കിയെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായി. ഇന്നത്തെ ദിവസം ഞാൻ സമുദ്രയും ഒരുപാട് ടയേർഡായി പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചിരുന്ന ഒരു കാര്യങ്ങളും ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും അവളുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അടുത്ത ദിവസമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ആ ബെഡ് ക്ലീൻ ചെയ്യൽ പരിപാടി, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, വിട്ടേക്ക്. അത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ. ഇപ്പം ഞാൻ സമുദ്രനെ രാവിലെ ഉറക്കി കിടത്തിയിട്ടാണ് എൻ്റെ ഫുഡ് കഴിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരിത്തിരി നേരത്തെ അവളേക്കാൾ മുന്നേ എഴുന്നേൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും അങ്ങനെയല്ല. ചില ദിവസങ്ങളിൽ ഓക്കെ ആണെങ്കിൽ അടുത്ത ദിവസം ഓക്കെ അല്ലാതാവും. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് എൻ്റെ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ്. നമുക്ക് ബുക്ക് വായിക്കാം സമുദ്ര, ബുക്ക് വായിക്കാം. ബുക്ക് വായിക്കാൻ പോവാണ്. നമ്മൾ തുടങ്ങി വെച്ച് കൊടുക്കുന്ന ചില കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവരുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നല്ല ശീലങ്ങൾ നമ്മൾ തുടങ്ങി വെക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവരിലേക്കും അത് സ്പ്രെഡ് ആവും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ വായന എന്ന് പറയുന്ന സാധനം അവളുടെ അടുത്തിരുന്ന് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഡെയിലിയുള്ള പുറത്ത് കറങ്ങൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ദേവുണ്ടയിൽ സമുദ്രനെ ഏൽപ്പിച്ചിട്ട്
ഞാനും അബിയും കൂടെ കഫേയിൽ പോവാണ്. അതിനുവേണ്ടി ഒരുങ്ങി കിട്ടിയ കോലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ പാൻറ്റാണ്. ഞാനിതുവരെ എൻ്റെ ഫോട്ടോ ഒന്നും വെളിവിട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്തതാണെങ്കിലും എനിക്കിത് എത്രത്തോളം ചേരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്കിത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നൊരു സാധനം ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഞാനപ്പോൾ ആലോചിക്കത്തുള്ളൂ. എനിക്കിത് ചേരുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കോൺഫിഡൻസ് കുറവ് അങ്ങ് മാറി കിട്ടി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്തറിയാവുന്ന ഒരു ജൂനിയർ, ഒരു അനിയൻ, അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്, ഈ പാൻറ്റും അടിപൊളിയാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസം ഉണ്ടായി. ഇത് ഞങ്ങളൊരു ഡെയിലി റൊട്ടീനാണ്. ഇപ്പോൾ രാത്രിയിൽ കുറച്ച് നേരം അവളെയും കൊണ്ട് വെള്ളമൊക്കെ ഒന്ന് കറങ്ങി നടക്കുക, അവളെ ആകാശം കാണിക്കുക, അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് നോക്കുകയാണ്. ഏകദേശം ഇത്രയും കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അസൈൻമെൻറ്റ് കംപ്ലീഷൻ എന്ന് പറഞ്ഞ് കിടക്കുന്നത് അസൈൻമെൻറ്റ് 2 ആണ്. അസൈൻമെൻറ്റ് 3 ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഈ അസൈൻമെൻറ്റ് 2 എന്ന് പറയുന്നത് കുറച്ച് വള്ളിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. രാത്രി സമുദ്രം ഉറങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും എഴുതാനിരിക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അവൾ എത്രത്തോളം സമ്മതിക്കുന്നു എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ കുറച്ച് എഴുതി, അത് എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ കിടന്നു. ഇനി അടുത്ത ദിവസമാണ് നെക്സ്റ്റ് ഡേ രാവിലത്തെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജനൽ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുറക്കണം. നമ്മൾ കുളിച്ചു. അയ്യോ നാളെ വന്നു. ഇന്ന് ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയെങ്കിലും സമുദ്രം കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് ഒരുക്കി കിടത്തി ഉറക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഞാനും ഒന്ന് നന്നായിട്ട് ഉറങ്ങി. അങ്ങനെ ഊണ് കഴിഞ്ഞു. ഇന്നലെ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാണ് രാത്രിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. സമുദ്രം ഭയങ്കര സീനായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ കുറേ ദിവസത്തെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അവളെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങി. ഞാനും അവിടെ കൂടെ കിടന്നു. നമ്മൾ കുട്ടി ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഞാൻ ഇന്നങ്ങ് അറബാധിച്ചു. ഇത്ര നേരം ഉറങ്ങിയത് എനിക്കാണ് ഒരു ഐഡിയ ഇല്ല. ഇപ്പം എന്തായാലും തലയ്ക്കൊരു വെളിവ് വീണിട്ടുണ്ട്. എനിക്കെൻ്റെ തുണി കുറച്ച് കഴുകാനുണ്ട്, അസൈൻമെൻറ്റ് ഇന്ന് തീർക്കാനുണ്ട്. ഞാൻ പുതിയൊരു ടാസ്കും കൂടെ ഏറ്റെടുത്തിട്ടുണ്ട്. അതൊരു ടാസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല. അത് ഞാൻ പിന്നീട് ഉള്ള ദിവസങ്ങളിൽ പറയാം. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തോ, അത് എനിക്ക് പറ്റിയോ എന്നൊക്കെയുള്ള കാര്യം. പിന്നെ ഫസ്റ്റ് ഡേ ആണ്, എത്രത്തോളം സെറ്റാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുളിക്കണം, കുളിച്ചിട്ട് ഈ കാര്യമൊക്കെ സെറ്റാക്കണം. അപ്പോൾ ബൈ. തുണി കഴുകാൻ എടുത്ത് വെച്ചെങ്കിലും അന്ന് ഞാൻ തുണി കഴുകിയില്ല. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ടാസ്ക് ഞാൻ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചു. വീണ്ടും അതിൻ്റെ അടുത്ത ദിവസത്തേക്കും ഈ തുണി മാറ്റി വെച്ചു കേട്ടോ. സത്യത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ നല്ല എക്സോസ്റ്റഡ് ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പുറത്ത് പോക്ക് അത്യാവശ്യം ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് തിരിച്ചു വന്നു. പിന്നെ രാത്രിയിലൊന്നും ചെയ്തില്ല, ജസ്റ്റ് പുസ്തകം വായിച്ചതേ ഉള്ളൂ. സമുദ്രം ഞാനും കൂടെ കിടന്നിട്ട് പുസ്തകം വായിക്കുന്നത് അബി ഇങ്ങനെ ഷൂട്ട് ചെയ്ത് തരികയാണ്. അങ്ങനെ ഫൈനലി ആ ദിവസം വന്നിരിക്കുകയാണ്, August 8. ഇന്നാണ് ശരിക്കും അസൈൻമെൻറ്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇതുവരെ എൻ്റെ അസൈൻമെൻറ്റ് 2 കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ പാല് പഠിക്കാൻ പോവാണ്. അതിൻ്റെ തയ്യാറെടുപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വളരെ സ്പീഡിൽ ഞാൻ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇന്ന് തകൃതിയായിട്ട് എഴുതിയെങ്കിൽ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ തീർക്കാനായിട്ട്. പക്ഷേ അത് ഇത്തിരി നല്ല ടാസ്ക്കാണ് ആ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലാഗ് അടുപ്പിച്ചിട്ടിരുന്നത്. എന്തായാലും ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് വെച്ചേ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ ഇടയ്ക്ക് സമുദ്രം ഉണരുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പാർട്ട് ടൈം വർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെയും ടാസ്കുകൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ എനിക്ക് ആലോചിച്ചിട്ട് തല പോയി കിളി പോയി അങ്ങനെ ഒരവസ്ഥയിലാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. എന്തായാലും രാത്രി 12 മണിക്ക് മുമ്പ് ഞാൻ അസൈൻമെൻറ്റ് വെച്ചു. ആ വന്ന ടാസ്കിൽ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് വെക്കാനും പറ്റി. എൻ്റെ പിറ്റേ ദിവസമാണിത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വീഡിയോസ് ഒന്നും തന്നെ കുറേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം 9-ാം തീയതിയാണ്, അതായത് ശനിയാഴ്ചയും കൂടെ വീഡിയോ എടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് അടുത്ത ദിവസം, അതായത് സൺഡേ, ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ ഈ ഒരാഴ്ച അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത ആഴ്ചത്തെ വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ.